സാമ്പത്തിക ഇടപാടുകൾ കൂടുതലും UPI വഴിയാണോ ചെയ്യുന്നത്? അതെ എന്നാണ് ഉത്തരമെങ്കിൽ UPI വഴി 1000 രൂപയ്ക്ക് മുകളിൽ നടത്തുന്ന ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കുമെന്ന വാർത്ത അറിഞ്ഞിരുന്നോ? ഇതിന്റെ സത്യാവസ്ഥ ഇങ്ങനെയാണ്. അതായത് UPI ഇടപാടുകൾക്ക് സാധാരണക്കാർ പണം നൽകേണ്ടതില്ലെന്നാണ് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പറയുന്നത്. ഒരാൾ സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് നടത്തുന്ന പണം ഇടപാടുകൾക്ക് യാതൊരു ചാർജും ഈടാക്കില്ല. വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകൾക്കും വ്യക്തികളും വ്യാപാരികളും തമ്മിലുള്ള ഇടപാടുകൾക്കും ചാർജ് ഈടാക്കില്ല. അതായത് നിങ്ങൾ UPI വഴി 100, 1000, 10000 എത്ര രൂപ അയച്ചാലും അതിന് പ്രത്യേക നിരക്കുകളൊന്നും ഈടാക്കില്ല. പിന്നെ ആർക്കാണ് ചാർജ് ഏർപ്പെടുത്തിയത്? വാലറ്റുകൾ പോലുള്ള പ്രീപെയ്ഡ് പേയ്മെന്റ് മെത്തേഡ് ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്തിയതാണ് ഈ വാർത്തകൾ വരാൻ കാരണമായത്. നിങ്ങൾ പേടിഎം, ഫോൺപേ എന്നിവയിലൂടെ 2000 രൂപയ്ക്ക് മുകളിൽ വ്യാപാരികൾക്ക് പണം നൽകുകയാണെങ്കിൽ ആ വ്യാപാരി ബാങ്കിന് ഒരു നിശ്ചിത തുക നൽകേണ്ടി വരും. ഏകദേശം 1.1% ഇന്റർചേഞ്ച് ചാർജ് ആയാണ് നൽകേണ്ടി വരുന്നത്. ഇത് ഉപഭോക്താവ് നൽകേണ്ട തുകയല്ല, മറിച്ച് വ്യാപാരി നൽകേണ്ടതാണ്. UPI എന്നത് ഒരു ഡിജിറ്റൽ പൊതുസ്വത്താണെന്നും സാധാരണക്കാർക്ക് ഇത് സൗജന്യമായി തന്നെ ഉപയോഗിക്കാമെന്നും കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ UPIക്ക് സബ്സിഡിയും നൽകുന്നുണ്ട്. ഡിജിറ്റൽ ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കുന്നതിനെ കുറിച്ച് റിസർവ് ബാങ്ക് നേരത്തെ ആലോചിച്ചിരുന്നു. എന്നാൽ നിലവിൽ അത്തരമൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. UPI സൗജന്യമായി തുടരുന്നത് രാജ്യത്തെ ഡിജിറ്റൽ സാമ്പത്തിക മേഖലയ്ക്ക് കരുത്തു പകരുമെന്നാണ് RBIയും വിലയിരുത്തുന്നത്. ബാങ്ക് ടു ബാങ്ക് UPI സേവനങ്ങൾ പൂർണ്ണമായും സൗജന്യമാണെന്ന് ഉപഭോക്താക്കൾ മനസ്സിലാക്കണം. വാലറ്റ് ഉപയോഗിച്ച് 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് വ്യാപാരികൾക്ക് മാത്രമാണ് ചെറിയ ചാർജ് ബാധകമാവുക. അതായത് ഇടപാട് തുക പരിഗണിക്കാതെ തന്നെ നിങ്ങൾക്ക് UPI ഇടപാടുകൾ നടത്താം. തെറ്റായ പ്രചരണങ്ങളിൽ വീഴരുതെന്നും ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കണമെന്നും NPCI അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. വ്യക്തികൾക്ക് UPI പേയ്മെന്റുകളുടെ പ്രതിദിന ഇടപാട് പരിധി 1 ലക്ഷം രൂപയാണ്. എന്നാൽ ആശുപത്രികൾ, സ്കൂളുകൾ പോലുള്ള ഇടപാടുകൾക്ക് പ്രതിദിന പരിധി 5 ലക്ഷം രൂപയുമാണ്. ഉപഭോക്തൃ സുരക്ഷ ഉറപ്പാക്കുന്നതിനും UPI സിസ്റ്റത്തിന്റെ സ്മൂത്തായ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ പരിധികൾ നിശ്ചയിച്ചിരിക്കുന്നത്. മർച്ചന്റ് പ്ലാറ്റ്ഫോമോ വാലറ്റോ ഉപയോഗിച്ച് നിങ്ങൾ ആർക്കെങ്കിലും പണം നൽകിയാൽ മാത്രമേ നിരക്കുകൾ ബാധകമാകൂ. അപ്പോൾ ഇനി ഒരു ചായ കുടിച്ചാലും അതല്ല വലിയൊരു പർച്ചേസിംഗ് തന്നെ നടത്തിയാലും ടെൻഷൻ അടിക്കാതെ പേടിഎം, ഫോൺപേയും ഒക്കെ ഉപയോഗിച്ചോളൂ.